വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചൊരു ഡിഷാണ്, ചിക്കൻ ഗോൾഡ് കോയിൻ. പേര് പറയും പോലെ തന്നെ കോയിൻ ഷേപ്പിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. 150 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അര ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതാണിത്. ജിഞ്ചറും ഗാർലിക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അര ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള കുരുമുളക് പൊടി, അര ടീസ്പൂൺ സോയ സോസ്, ഒരു മുട്ടയുടെ വെള്ള, നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഗ്രീൻ ചില്ലി ആഡ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് 4 എണ്ണം ആഡ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് എരിവുള്ള മുളകാണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് ഫൈനലായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞങ്ങനെ ചേർക്കുവാണ്. നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് കോയിൻസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസസ് ആണ് എടുക്കുന്നത്. 2 എണ്ണം വീതം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കോയിൻസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ ചിക്കൻ്റെ ടോപ്പിംഗ് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതിന് മുൻപായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വാഷ് ഇതിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പം എല്ലാത്തിലും ഞാൻ ഒരുമിച്ച് എഗ്ഗ് വാഷ് ചെയ്യുകയാണ്. നമുക്ക് ഇതിനകത്ത് ടോപ്പിംഗ് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു 12 കോയിൻസ് വരെ റെഡിയാക്കാം, ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ എല്ലാ കോയിൻസിനും ടോപ്പിങ്ങും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷ് പിന്നെയും കൊടുക്കണം. ഈ ഫൈനലായിട്ട് ഇതിനകത്തേക്ക് നമ്മൾക്ക് ഞാനിവിടെ വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ കോയിൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കറിയാം ചിക്കൻ്റെ ടോപ്പിംഗ് നമ്മൾ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ വേണമെങ്കിൽ ഇത് നമ്മൾ കമത്തിയിട്ട് കൊടുക്കണം. ഇപ്പം ചിക്കൻ കോയിൻസ് നല്ലപോലെ ക്രിസ്പും അതേപോലെ ഗോൾഡൻ കളറും ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയെടുക്കാം. ഇന്ന് റെഡിയാക്കിയ ചിക്കൻ ഗോൾഡ് കോയിൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് വിൽട്ടർ സൈനിങ് ഓഫ്.